ഭൂമിയുടെ ഉൾക്കാമ്പിൽ ഒരു വിചിത്രവാതകമുണ്ടെന്ന് കണ്ടെത്തൽ. പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് വഴിവെച്ച ബിഗ് ബാങ് സ്ഫോടനത്തിനു ശേഷം ഉടലെടുത്ത അതിപ്രാചീനവും അപൂർവവുമായ ഹീലിയം വാതകമാണ് ഇത്. ഈ വാതകം ഭൂമിയുടെ ഉൾക്കാമ്പിൽ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു എന്നത് സംബന്ധിച്ചാണ് പുതിയ പഠനം നടക്കുന്നത്. ഹീലിയം 3 എന്നറിയപ്പെടുന്ന ഈ വാതകത്തിന്റെ കോശകേന്ദ്രത്തിൽ 2 പ്രോട്ടോണുകളും ഒരു ന്യൂട്രോണുമാണുള്ളതെന്നാണ് കണ്ടെത്തൽ. വളരെ അപൂർവമായ വാതകമാണ് ഹീലിയം 3. ഭൂമിയുടെ ഉൾക്കാമ്പിൽ ഈ വാതകം സ്ഥിതി ചെയ്യുന്നതായി നേരത്തെ തന്നെ സംശയിക്കപ്പെട്ടിരുന്നു. എന്നാൽ എങ്ങനെയാണ് ഇവിടെ ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യത്തിലാണ് ഗവേഷകർക്കിടയിൽ ആശങ്ക നിലനിൽക്കുന്നത്. ഭൂമിയുടെ ഉൾക്കാമ്പിന്റെ ഖരഭാഗം ഇരുമ്പിനാലാണ് നിർമ്മിതമായിരിക്കുന്നത്. എന്നാൽ ഇരുമ്പിൽ ഹീലിയം എങ്ങനെ സ്ഥിതി ചെയ്യും എന്നതിലാണ് ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. ഭൂമിയുടെ ഉൾക്കാമ്പിലുള്ള കടുത്ത താപനിലയും സമ്മർദ്ദവും കാരണം ഇരുമ്പും ഹീലിയം 3യും തമ്മിൽ കലരുമെന്നും അങ്ങനെയാണ് വാതകം അവിടെ സ്ഥിതി ചെയ്യുന്നതെന്നുമാണ് ടോക്കിയോ സർവകലാശാലയിലെ കായ് ഹിറോസിയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. ഫിസിക്കൽ റിവ്യൂ ലെറ്റേഴ്സ് എന്ന ജേണലിൽ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. 1380 കോടി വർഷം മുൻപാണ് ഹീലിയം 3 ബിഗ് ബാങ് സ്ഫോടന കാലയളവിൽ ഉടലെടുത്തത്. തുടർന്ന് ഇത് സോളാർ നെബുലയുടെ ഭാഗമാവുകയായിരുന്നു. അതിബൃഹത്തായതും കറങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ പൊടിപടലങ്ങളുടെയും വാതകങ്ങളുടെയും വമ്പൻ മേഘമാണ് സോളാർ നെബുല എന്നറിയപ്പെടുന്നത്. സൗരയൂഥത്തിന്റെ സൃഷ്ടി ഈ നെബുലയിൽ നിന്നാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂമിയിലെ ആകെ ഹീലിയത്തിന്റെ 0.0001% മാത്രമാണ് ഹീലിയം 3 ഉള്ളതെന്നും ശാസ്ത്രലോകം കണക്കുകൂട്ടുന്നു. ഹൈഡ്രജന്റെ ആണവശേഷിയുള്ള ഐസോടോപ്പായ ട്രിഷ്യത്തിന്റെ ജീർണതയും ഹീലിയം 3യുടെ ഉൽപാദനത്തിന് കാരണമായേക്കാം. എന്നാൽ പ്രധാനമായും സൗരയൂഥത്തിൽ ഈ വാതകം വരാൻ കാര്യം ബിഗ് ബാങ് സ്ഫോടനം തന്നെയാണെന്നാണ് വിലയിരുത്തൽ. വർഷം തോറും 2 കിലോഗ്രാമോളം ഹീലിയം 3 വാതകം ഭൂമിക്കുള്ളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇത് വളരെ ചെറിയ അളവാണെന്നും ഒരു കാലത്ത് ഹീലിയം 3 ഭൂമിയിൽ സുലഭമായിരുന്നുവെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. ഭൂമിയിലേക്ക് വലിയ പിണ്ഡമുള്ള ഒരു വസ്തു 400 കോടി വർഷം മുൻപ് വന്നിടിച്ചതാണ് ഈ വാതകം വലിയ തോതിൽ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടാൻ കാരണമെന്നും ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട്. ഈ ഇടിയിലാകാം ചന്ദ്രൻ സൃഷ്ടിക്കപ്പെട്ടതെന്നും വാദമുയരുന്നുണ്ട്. ഏതായാലും ചന്ദ്രോപരിതലത്തിലെ മണ്ണിൽ ഹീലിയം 3യുടെ അളവ് ഗണ്യമായുണ്ടെന്നാണ് കണ്ടെത്തൽ. 10 ലക്ഷം ടൺ ഹീലിയം 3 ഇവിടെ ഉണ്ടാകാമെന്നും കണക്കാക്കപ്പെടുന്നു. ഭാവിയിൽ ചന്ദ്രനിൽ മനുഷ്യവാസമുണ്ടായാൽ ഇവർക്ക് പ്രയോജനകരമായ അമൂല്യമായ വസ്തുവായി ഇത് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഹീലിയം 3 ഭൂമിയിൽ ഭാവിയിൽ സ്ഥാപിക്കപ്പെടുന്ന ഫ്യൂഷൻ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിച്ചാൽ ഇതുമൂലം വലിയ അളവിൽ ഊർജോൽപാദനം സാധ്യമാണെന്നും ശാസ്ത്രലോകം വ്യക്തമാക്കുന്നു. ചന്ദ്രനിൽ ഭാവിയിലേക്ക് പല രാജ്യങ്ങളും പദ്ധതിയിട്ടിരിക്കുന്ന ഖനന പദ്ധതികളിൽ ഹീലിയം 3ക്ക് നിർണായകമായ സ്ഥാനമാണുള്ളത്. അതേസമയം കട്ടിയായ ഖരാവസ്ഥയിലാണെന്ന് വിശ്വസിക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയുടെ ഇന്നർ കോർ വെണ്ണ പോലെ മൃദുലമാണെന്നാണ് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഭൗമോപരിതലത്തിൽ നിന്ന് 2900 കിലോമീറ്റർ താഴെയായാണ് ഉൾക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത്. ദ്രവീകൃതമായ പുറംഭാഗവും ഖരാവസ്ഥയിലുള്ള ഉൾഭാഗവും ചേരുന്നതാണ് ഭൂമിയുടെ ഇന്നർ കോർ. ഭൂമിയുടെ ഉൾക്കാമ്പിനെ കുറിച്ച് കൗതുകകരമായ ചില പഠനങ്ങൾ സമീപകാലത്ത് പുറത്തു വന്നിരുന്നു. ഒരു പഠനത്തിൽ ഉൾക്കാമ്പിനെ പുതപ്പ് പോലെ ആവരണം ചെയ്യുന്ന ഘടനയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ആ ഘടനയ്ക്ക് ചില ഭാഗത്ത് എവറസ്റ്റിന്റെ 5 മടങ്ങ് പൊക്കമുള്ള പർവ്വതങ്ങളുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. ഇരുമ്പ്, നിക്കൽ, ലോഹസംയുക്തമായ ഉൾക്കാമ്പിനെ തുരുമ്പ് ബാധിക്കുന്നുവെന്നും ശാസ്ത്രജ്ഞർ കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.